സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാക്കുകളുടെ അതിപ്രസരമുള്ള ഈ ലോകത്ത് ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ദൈവവചനത്തെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വേദഭാഗം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകർ തന്റെ വാക്കുകളാൽ സൗഖ്യം പ്രാപിച്ചത് സുവിശേഷങ്ങളിലൂടെ നാം വായിക്കുന്നുണ്ട്. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞ ശതാധിപന്റെ വിശ്വാസം കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയെ പ്രകടമാക്കുന്നതാണ്. ധ്യാനഭാഗത്ത് യായിറോസ് എന്ന മനുഷ്യൻ തന്റെ ഏക മകളുടെ സൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വരുന്നതാണ് നാം കാണുന്നത്. പള്ളിപ്രമാണി എന്ന നിലയിൽ ഒരു അഭിമുഖ സംഭാഷണത്തിനായല്ല, ഒരു സഹായ അഭ്യർത്ഥനയുമായാണ് അയാൾ യേശുവിനെ സമീപിക്കുന്നത്. തന്റെ സ്ഥാനമാനങ്ങളെ ഗണ്യമാക്കാതെ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുകയാണ് ആ മനുഷ്യൻ ആദ്യം ചെയ്തത്. യേശുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട സ്ത്രീക്ക് ലഭിച്ച സൗഖ്യം ഒരുപക്ഷെ അവനെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടാവാം. തന്റെ മകൾക്കും സൗഖ്യം ലഭിക്കും എന്ന പ്രതീക്ഷ അവനിലുണ്ടായിരിക്കാം. എന്നാൽ തന്റെ മകൾ മരിച്ചുപോയി എന്ന വാർത്ത ആ അപ്പന്റെ ചങ്ക് തകർത്തിരിക്കാം. പ്രതീക്ഷകൾ നഷ്ടമായി, വിശ്വാസത്തിൽ അടിപതറിയ നിമിഷം. എങ്കിലും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന ഉറപ്പാണ് കർത്താവ് അയാൾക്ക് നൽകുന്നത്. അങ്ങനെ പ്രതീക്ഷ നഷ്ടമായ യായിറോസിനെ യേശു തന്റെ വാക്കുകളാൽ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മുടെ വാക്കുകൾ ഇന്ന് മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ മതിയായതാണോ? കർത്താവിന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ച് ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ആ മകളെ ഓർത്ത് കരയുകയും മുറയിടുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അവരെയും യേശു തന്റെ വാക്കുകളാൽ ധൈര്യപ്പെടുത്തി. കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നതത്രേ എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിന്റെയും ദൈവവചനമാണ് കർത്താവ് പകർന്നു നൽകുന്നത്. ആ നിരാശയുടെയും ദുഃഖത്തിന്റെയും വേളയിലും കർത്താവിനെ പരിഹസിക്കുന്നുണ്ട് അവിടെ കൂടിയിരുന്നവർ. മരിച്ചു എന്ന് അവർ ഉറപ്പിച്ച കുട്ടി ഉറങ്ങുകയാണത്രേ. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവശക്തി എന്നതവർ വിസ്മരിച്ചു. ആ പരിഹാസങ്ങളെ ഗണ്യമാക്കാതെ, മറുപടി പറയാൻ നിൽക്കാതെ തന്റെ പ്രിയ ശിഷ്യന്മാരെയും കുട്ടിയുടെ അമ്മയപ്പന്മാരെയും മാത്രം കൂട്ടി അകത്തേക്ക് പോകുകയാണ് കർത്താവ്. ആ കുട്ടിയുടെ അടുത്ത് വന്ന് അവളുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവൻ നൽകുവാൻ പര്യാപ്തമായ, ആദിയിൽ സർവ്വ സൃഷ്ടിക്ക് മുഖാന്തരമായ ആ വചനം, ആ ശബ്ദം കേൾക്കാതിരിക്കാൻ അവളുടെ ആത്മാവിനായില്ല. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിടത്ത് പ്രത്യാശ പകർന്ന വചനം. മരണത്തിന്റെ നിലവിളികൾ ഉയർന്നിരുന്ന യായിറോസിന്റെ ഭവനത്തിലെ അന്തരീക്ഷം മാറി. അവിടെ ജീവന്റെ തുടിപ്പും സന്തോഷവും ഉണ്ടായി. ആ ഭവനം ദൈവീക സന്തോഷത്താൽ നിറഞ്ഞു എന്ന് പറയാം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് യെശയ്യാ പ്രവചനത്തിലൂടെ യഹോവ അരുളി ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള വചനം അത് നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യം നൽകുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഏതവസ്ഥയിലും ബലം പകരുന്നതാണ്. മരണകരമായ അവസ്ഥയിലായിരുന്നാലും ജീവിപ്പിക്കുവാനും വഴി നടത്തുവാനും ശക്തിയുള്ള വചനമാണത്. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മൃതപ്രായമായ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ നാളം തെളിയിക്കാനും പാപത്തിൽ നിന്ന് വിമോചനം നൽകുവാനും ശക്തമായതാണ് തിരുവചനം. വചനം ജഡമായി അവതരിച്ച ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് മരണാവസ്ഥയിൽ നിന്നും ജീവനിലേക്ക് ആ വചനം നമ്മെയും കൈപിടിച്ച് നടത്തുന്നത്. തിരുവചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിച്ച അനേകരുടെ സാക്ഷ്യങ്ങൾ
നാം കേട്ടിട്ടുണ്ടാവാം, പലരെയും നാം കണ്ടിട്ടുമുണ്ടാവാം. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്? ദൈവവചനത്തിന്റെ ആധികാരികതയെ സംശയിക്കുന്നവരാണോ നാം? തിരുവചനം ധ്യാനിക്കുവാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? ഭാഗ്യസ്മരണീയനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞിരുന്നത്, വേദപുസ്തകം നിങ്ങൾ വായിക്കരുത്, അത് പഠിക്കണം എന്നാണ്. ഇന്ന് നമ്മുടെ വായനകൾ പഠനത്തിലേക്കും ധ്യാനത്തിലേക്കും നീളുന്നുണ്ടോ? അതോ ഒരു പുസ്തകം മാത്രമായി തിരുവചനത്തെ നാം കാണുന്നുവോ? ആ വചനത്തിൽ ആശ്രയിച്ചവരാരും നഷ്ടമായി പോയിട്ടില്ല എന്നത് മനസ്സിലാക്കാം. നമ്മുടെ വാക്കുകൾ ഇന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദനകളിൽ ആശ്വാസമാകാൻ, തളർച്ചയിൽ താങ്ങി നിർത്താൻ, ബലമേകാൻ, ജീവന്റെ വഴികളിലേക്ക് നയിക്കുവാൻ നമ്മുടെ വാക്കുകൾക്കും സാധിക്കുമ്പോഴാണ് വചനം ജഡമായ ക്രിസ്തു നമ്മിലും വസിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ള ശബ്ദം ഓരോ ദിനവും കേട്ട് ധൈര്യപൂർവം സമാധാനത്തോടെ ജീവിതയാത്ര പൂർത്തീകരിക്കുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ ഒരുക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ തിരുവചനത്തിന്റെ ശക്തിയാൽ ദിനംതോറും ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.